ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ്. ഈ മന്ത്രി വീണ ജോർജിനെതിരെ വലിയ വിമർശനമാണ് പത്തനംതിട്ടയിലെ പാർട്ടി നേതാക്കളിൽ നിന്ന് പോലും ഉയരുന്നത്. പത്തനംതിട്ടയിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ വീണ ജോർജിനെ പ്രത്യക്ഷമായും പരോക്ഷമായും കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവവുമായി ബന്ധപ്പെട്ട് ചില കമന്റുകൾ ഇട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പാർട്ടി വളരെ ഗൌരവമായി തന്നെ പരിശോധിക്കും. പാർട്ടി നേതാക്കന്മാരുമായി ഇക്കാര്യങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ ഒട്ടും താമസിക്കാതെ തന്നെ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. ഈ പാർട്ടി ഈ വിഷയത്തിൽ വീണ ജോർജിനൊപ്പം തന്നെയാണ്. വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ഒരു നിരപരാധിയാണ്. കാരണം അവിടെ നിരോധിക്കപ്പെട്ട ഒരു പഴയ കെട്ടിടമാണ്, ഉപയോഗത്തിലിരുന്ന കെട്ടിടമല്ല. അവിടേക്ക് സാധാരണഗതിയിൽ ആരും പോവാറില്ല. അപ്പോ അങ്ങനെയുള്ളൊരു കെട്ടിടം മഴയെ തുടർന്ന് ഇടിഞ്ഞു വീഴുമ്പോൾ ആരോഗ്യ വകുപ്പിന്റേതാണ് കെട്ടിടം എന്നതിലപ്പുറം ഒരു മന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? അപ്പം അത് ഒരു മൌലികമായ ഒരു പ്രശ്നമാണ്. മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ അവിടെ കെട്ടിടം കാലവർഷക്കെടുതിയിൽ വീണിട്ടുള്ളത്? ഒരിക്കലും അല്ല. എന്നാൽ ആ പഴയ കെട്ടിടം അവിടെ നിലനിർത്തണമായിരുന്നോ എന്നുള്ളത് അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും മറ്റും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിരോധിക്കപ്പെട്ട ബലക്ഷയമായ ഒരു കെട്ടിടം നൂറുകണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും അവിടെ വേലി കെട്ടി അത് ആരും അവിടെ കയറാതെ ഒരു സംവിധാനവും വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. അതൊന്നും ഇതെല്ലാം മന്ത്രിയുടെ തലയിലേറ്റെടുത്ത് വെക്കുന്ന ഒരു സമീപനം ഒട്ടും ശരിയല്ല എന്നാണ് അഭിപ്രായം. ഈ ഒരു പത്തനംതിട്ടയിലെ പാർട്ടി നേതാവ് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയായിരിക്കാൻ പോയിട്ട് MLA ആയിട്ട് ഇരിക്കാൻ പോലും വീണ ജോർജിന് അർഹതയില്ല എന്നുള്ളതാണ്. ഈ വിമർശനങ്ങളെ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെല്ലാം ഞങ്ങൾ പാർട്ടി വളരെ ഗൌരവമായിട്ട് തന്നെ പരിശോധിക്കും. അങ്ങനെ ഒരു പരാമർശനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. മാത്രവുമല്ല, യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരെ പ്രവർത്തിച്ച ഒരു സഖാവിന്റെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു കമന്റ് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ഗൌരവത്തിൽ തന്നെ പരിശോധിക്കും. ഈ പത്തനംതിട്ടയിൽ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകളിൽ നിന്നുണ്ടാകുന്നത്. വീട്ടിലേക്കുള്ള പ്രതിഷേധം നടന്നു. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഈ മന്ത്രി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? ഇല്ല, അതല്ല, രാഷ്ട്രീയ മുതലെടുപ്പാണ്. കോട്ടയം സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷൻ വരുന്നു. അതിന്റെ മുന്നോടിയായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനമെന്ന് മാത്രമേ നമുക്ക് അതിനെ കരുതുവാൻ കഴിയത്തുള്ളൂ. മന്ത്രിക്ക് വേണ്ട സംരക്ഷണം ഗവൺമെന്റ് എന്തായാലും നൽകും. അതിനകത്ത് അതിനെ നേരിടാൻ പാർട്ടി പോകുന്ന ഒരു പതിവ് സാധാരണഗതിയിലില്ല. ഏത് രൂപത്തിലേക്ക് ആ സമരങ്ങൾ പോകും എന്ന് നമുക്ക് വരട്ടെ, നമുക്ക് നോക്കാം എവിടെ വരെ പോകും എന്നുള്ളത്. തീർച്ചയായും ഈ മന്ത്രിക്കെതിരായ വിമർശനത്തിൽ ഗൌരവമായി പരിശോധിക്കുമെന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം 24നോട് പങ്കുവയ്ക്കുന്നത്. ഇത് ഇപ്പോൾ നടക്കുന്ന വിമർശനങ്ങളും പ്രതിഷേധങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നുകൂടി രാജു എബ്രഹാം പറഞ്ഞു വയ്ക്കുകയാണ്. ക്യാമറ പേഴ്സൺ സ്വാദിക്കൊപ്പം റാഫി കരീം, 24 കൊച്ചി.